നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക് ഫ്രം പൂണോളൽ സിൽക്സ്. ഇന്ന് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ്. നമുക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഒരു ജൂട്ട് പോലെയൊക്കെ ഇങ്ങനെ വന്നിട്ട് ക്രോഷോ ഒരു 52 ഇഞ്ചൊക്കെ വീതി ഉണ്ടാകും. നിറ്റഡ് ഫാബ്രിക് എന്ന് പറയാം. നമുക്കിങ്ങനെ ഒരു ബ്രീത്തബിളാണ്. അതുപോലെ തന്നെ ജാക്കറ്റൊക്കെ സെറ്റ് ചെയ്യാം, പലാസോ ആയിട്ട് സെറ്റ് ചെയ്യാം. വളരെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു റണ്ണിങ് മെറ്റീരിയലാണ്. പെർ മീറ്റർ വരുന്ന 450. ഇത് ഡയബിളാണ്. ഇത് ശരിക്കും ഒരു ചിക്കു ആൻഡ് ബ്ലാക്ക് വരുന്നു, ഡബിൾ കളർ ടോണിൽ വീവ് ചെയ്ത് വന്നത്. നിറ്റഡ് ഇതിങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള ഒരു മെഷീൻ പോലെ ഇങ്ങനെ വന്ന ഒരു മെറ്റീരിയൽ. 450 തന്നെ. ഇതിലേക്കും ഇങ്ങനെ വരുന്നു, ഒരു 52 ഇഞ്ച് വീതി വരുന്നു. ജാക്കറ്റൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം, പലാസോ. വളരെ ക്രിയേറ്റീവായിട്ട് ഓരോന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസാണ്. ഇനി വീണ്ടും ഡയബിളായിട്ട് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഇതിലേക്കൊരു സിൽവറും ഗോൾഡും കൂടെ സീക്വൻസ് വരുന്നു. വൈറ്റ് ത്രെഡ് മെറ്റീരിയൽ, ത്രെഡിലുള്ള വർക്ക്. കിലോമീറ്റർ വൈസിലാണ് റണ്ണിങ് മെറ്റീരിയൽ വരുന്നത്. നമുക്കൊരു വെഡ്ഡിങ് സാരി എന്നുള്ളൊരു ഇതിൽ സെറ്റ് ചെയ്യാം. 44 ഇഞ്ച് വീതി വരുന്നു, 36 ഇഞ്ച് വർക്ക് വരുന്നു. വളരെ ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ്. 380 ആണ് പെർ മീറ്റർ വരുന്നത്. ഡയബിളാണ്. ഇത് വരുമ്പോഴേക്കും നമുക്ക് ജോർജറ്റ് പ്യുവർ വിസ്കോസ് ഓർഗൻസ മെറ്റീരിയൽ, പ്യുവർ വിസ്കോസ് ഓർഗൻസ. അതിലേക്ക് ഹാൻഡ് വർക്ക്, ഗോൾഡ് സീക്വൻസ്, ട്യൂബ്, ഒരു കട്ട് ബീഡ് പോലത്തെ ട്യൂബാണ് വരണേ. നല്ല തിക്കായിട്ട് വന്നിട്ടുള്ള. ഇതും നമുക്ക് സാരി ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഒരു പാർട്ടി വെയർ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ബ്ലൗസ് സെറ്റ് ചെയ്യാം. ഫുൾ ഹാൻഡ് വർക്ക് ഓൾറെഡി ആയിട്ട് ചെയ്ത് വന്ന ഒരു റണ്ണിങ് മെറ്റീരിയലാണ്. ഇതിൻ്റെ പെർ മീറ്റർ വരുന്നത് 860. നല്ല ബഡ്ജറ്റ് റേഞ്ചാണ്. ഫുൾ ഇതിലേക്ക് ഇങ്ങനെ ഇതാണ് വർക്കുകൾ ഹൈലൈറ്റ് ചെയ്ത് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത്. നല്ല ബഡ്ജറ്റ് റേഞ്ചാണ്. ഇത് ദുപ്പട്ട ഹെവി ആയിട്ട് വേണമെങ്കിൽ കൊടുത്തിട്ട്, ഡയബിൾ ആയതുകൊണ്ട് ഏത് കളറിലേക്കും ഡൈ ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ പ്ലെയിൻ മെറ്റീരിയൽ ടോപ്പും ബോട്ടും ആയിട്ട് സെറ്റ് ചെയ്യാം. അങ്ങനെ ഒരു റിച്ച് ലുക്കിൽ ഒരു ദുപ്പട്ട സെറ്റ് ചെയ്തെടുക്കാം. അതിൽ ഇത് തന്നെ ഇങ്ങനെ ഒരു കളർ ടോൺ നമുക്ക് ബക്കറ്റ് ഷേപ്പിലേക്ക് ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് വേണമെങ്കിൽ യോക്കിൽ സെറ്റ് ചെയ്യാം, 3/4 സ്ലീവായിട്ട്. അങ്ങനെയൊക്കെ വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽസാണ്. ഉള്ള ഒരു ബഡ്ജറ്റ് റേഞ്ചാണ്. ഇത് വീണ്ടും ഒരു 6 ആഗിൽ തന്നെ ഇങ്ങനെ ഒരു വേവ് ഡിസൈൻ പോലെ വന്നിട്ട് കിലോമീറ്റർ വൈസിലാണ് വർക്ക് വരുന്നത്. ഫുൾ ഹാൻഡ് വർക്കാണ് റണ്ണിങ് മെറ്റീരിയലിലേക്ക്. ഇത് ഓർഗൻസയാണ്, വിസ്കോസ് ഓർഗൻസ. ഇത് ഡയബിളാണ്. ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് വീണ്ടും എന്തെങ്കിലും പ്ലെയിൻ മെറ്റീരിയൽസൊക്കെ ഡൈ ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. ഇത് ടിഷ്യൂ മെറ്റീരിയൽ. ഇപ്പം ഇങ്ങനെ ഒരു റംസാൻ ബേസ്ഡ് ആയിട്ടൊക്കെ വന്ന ഒരു മെറ്റീരിയലാണ്. ടിഷ്യൂവിൽ ഒരു വെഡ്ഡിങ് പർപ്പസിലേക്ക് ഇപ്പം ആ ഒരു സാൻഡൽ ഗോൾഡ് ആ ഒരു കളർ ടോണാണ് വരണേ. അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് ഓൾ ഓവർ ഹാൻഡ് വർക്ക്. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്ക് എന്തൊക്കെ തരത്തിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ദുപ്പട്ടയായിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, സാരി ആയിട്ട് 5.5 മീറ്റർ വെഡ്ഡിങ് സാരി ആയിട്ട്, ചർച്ച് വെയർ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ഒരു ടെമ്പിൾ വെയർ ആയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ഏതെങ്കിലും കയ്യിലിരിക്കണ കാഞ്ചീപുരം സാരിക്ക് ബ്ലൗസായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇത് ഡയബിളും കൂടെയാണ്. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. ഇത് ഓർഗൻസയിൽ ഒരു ത്രെഡ് വർക്കാണ്. ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ വർക്ക്. 44 ഇഞ്ച് വീതിയാണ് വരണേ. നല്ല ഭംഗിയുണ്ട് മെറ്റീരിയൽ. ഓർഗൻസയാണ് വരണേ. ചെറിയൊരു സ്കേർട്ടായിട്ട് സെറ്റ് ചെയ്യാം, ചെറിയ ക്രോപ്പ് ടോപ്പും സ്കേർട്ടും ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഡയബിളാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കളർ കോംബോയിൽ എന്തെങ്കിലുമൊക്കെ കളർ സെറ്റ് ചെയ്തെടുക്കാം. പ്രൈസും വളരെ റീസണബിളാണ്. 300 പെർ മീറ്റർ 300. ഇത് വീണ്ടും ഫുൾ ഹാൻഡ് വർക്ക് വന്നിട്ട് സിൽവർ കട്ട് ബീഡ് 1060 ആണ് വരണേ.
ഇത് 60 ഗ്രാം ജോർജറ്റാണ് റണ്ണിങ് മെറ്റീരിയൽ, ബേസ് മെറ്റീരിയൽ വരണേ. ഡയബിളാണ്. ഇതൊക്കെ സാരി ആയിട്ട് സെറ്റ് ചെയ്ത് പോകുന്നതാണ്. ദുപ്പട്ടയായിട്ട് സെറ്റ് ചെയ്യാം. ഓൾ ഓവർ കിലോമീറ്റർ വൈസിലാണ് വർക്ക് വരുന്നത്. അപ്പോൾ ടോപ്പായിട്ട് സെറ്റ് ചെയ്താൽ എത്ര ലെങ്ത്തായിട്ട് ഗൗണായിട്ട് ഒക്കെ അടിപൊളി കളക്ഷനാണ്. ഇത് വരുമ്പോഴേക്കും ഓർഗൻസയിലേക്ക് ബുട്ട പോലെ വർക്ക്, ഓൾ ഓവർ വർക്കാണ്. ഡയബിളാണ്. ചുരിദാറിൻ്റെ ഫ്രണ്ട് വേണമെങ്കിൽ ഇത്രയും വർക്കുള്ളൊരു പോർഷൻ കൊടുത്തിട്ട് ബാക്കിലോട്ട് ഇതിൻ്റെ എന്തെങ്കിലും പ്ലെയിൻ കൊടുക്കാം. അല്ലെങ്കിൽ വീണ്ടും ദുപ്പട്ടയായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഏത് ഇഷ്ടപ്പെട്ട കളറിലേക്കും ഡൈ ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷനിലും ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ യൂണിഫോം പോലെയും സെറ്റ് ചെയ്യാം. പെർ മീറ്റർ 750. എന്തെങ്കിലും ഒരു ഡ്രസ് കോഡ് സെറ്റ് ചെയ്തിട്ട് ഒരു കളർ തീമിലിട്ട് സെറ്റ് ചെയ്യണമെങ്കിലും പറ്റും. ഇത് വീണ്ടും ബേസ് മെറ്റീരിയൽ 60 ഗ്രാം ജോർജറ്റ്, അതിലോട്ട് ഫുൾ ത്രെഡ് വർക്ക്, ഗോൾഡൻ ചെറിയ 0 സൈസ് സ്റ്റിക്കി ത്രെഡ് വർക്ക് ഇങ്ങനെ പോകുന്നു, നല്ല തിക്കായിട്ട്. അപ്പോൾ നമ്മളൊരു ജോർജറ്റ് മെറ്റീരിയൽ ബ്ലൗസ് സെറ്റ് ചെയ്യാനായിട്ട് ലെഹങ്കയ്ക്ക്, വെഡ്ഡിങ് സാരിക്ക്, അങ്ങനെയൊക്കെയുള്ള ഒരു പർപ്പസിൽ ജാക്കറ്റായിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. പ്ലെയിൻ ജോർജറ്റ് ടോപ്പും ബോട്ടവും കൊടുക്കാം. ഇത് പെർ മീറ്റർ 790. ഡയബിളായിട്ടുള്ള പുതിയ കളക്ഷൻസ് ഒത്തിരി ഉണ്ട്. ഇത് ജോർജറ്റ് നമുക്ക് ബേസ് മെറ്റീരിയൽ വന്നിട്ട് ഇതിലേക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ ഒരു വീഡിയോസ് വന്നതാണ്. അതിനുശേഷം പുതിയ മെറ്റീരിയൽസ് വന്നതാണ്. 2 സൈഡ് സ്കാലോപ്പ്. ഇതിങ്ങനെ പുറത്തൊക്കെ 5.5 മീറ്റർ സാരി ആയിട്ട് സെറ്റ് ചെയ്തെടുത്തായിരുന്നു. അങ്ങനെ ജാക്കറ്റായിട്ട് ക്രിയേറ്റ് ചെയ്തു. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അതിൻ്റെ കളർ ചേഞ്ച് ബ്ലൂ ഷെയ്ഡ്, ഇത് ലാവൻഡർ, ഇതും നമ്മളുടെ നല്ല ബോഡി പാർട്ട് ഇങ്ങനെ നല്ല തിക്കായിട്ട്, ഹെവി തിക്കായിട്ട് നല്ല ബ്രൈറ്റ് കളേഴ്സുകളാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ കളേഴ്സും ഇതിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇത് വരുന്നത് ഒരു കച്ച് മെറ്റീരിയലിൻ്റെയൊക്കെ ഒരു വർക്കിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ്. മെഷീനാണ്, മെഷീൻ വർക്കിൽ തന്നെ കച്ച് വർക്ക്. അപ്പം നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു സാരിയുടെ ബ്ലൗസായിട്ട് സെറ്റ് ചെയ്യാം. നല്ല തിക്കായിട്ടുള്ളൊരു സാരി ബ്ലൗസായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ലെഹങ്കയുടെയൊക്കെ ഏതെങ്കിലും ഒരു ക്രോപ്പ് ടോപ്പ് റിച്ചായിട്ട് കൊടുത്തിട്ട് ആ ഒരു കളർ തീം ഏത് വേണമെങ്കിലും ഇട്ട് സെറ്റ് ചെയ്യാം. ഇതിലേക്ക് എല്ലാ കളേഴ്സുകളും കയറിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഹൽദിക്കൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു 6 ആഗ് പാറ്റേൺ ആണ്. ഇത് പെർ മീറ്റർ 900. ഇത് അതിൻ്റെ തന്നെ ഒരു ഹൽദി കളർ ക്രിയേറ്റ് ചെയ്യാം. നല്ല പീച്ച്, പിങ്ക്, നേവി ബ്ലൂ, ഗ്രീൻ എല്ലാ കളേഴ്സും ഉണ്ട്. ഇത് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്, വീണ്ടും മൾട്ടി കളറായിട്ട് വന്നിട്ട് ബേസ് കളറ് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്. ഇത് ബേസ് കളറ് വരുന്ന ഡാർക്ക് നേവി ബ്ലൂ ആണ്. ചെറിയൊരു ഡിസൈനിൽ മാത്രം വേരിയേഷൻ വരുന്നു. ഇതെല്ലാം ഒരു കച്ച് വർക്കിൻ്റെയൊക്കെ തന്നെ മെഷീനിൽ വരുന്ന ഫുൾ തിക്കായിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ്. ഇത് ജോർജറ്റിൽ കോഡിംഗ് വർക്ക്, ഫുൾ കോഡിംഗ് വർക്കും സീക്വൻസും. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ കാണിച്ചതൊക്കെ പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് വരുന്ന ഓരോരോ സീസണിൽ ആയിട്ടുള്ള ഫങ്ഷൻസിനൊക്കെ പറ്റിയിട്ട് ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസാണ്. അപ്പോൾ എല്ലാവരും തന്നെ മിസ് ചെയ്യാതെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.